കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്ന തീരുമാനം. നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ MSC എൽസ എന്ന് പറയുന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഒരു വിചിത്രമായ തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് കമ്പനിക്കെതിരെ ഉടൻ ഒരു ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ മാസം 25-നാണ് കപ്പൽ മുങ്ങുന്നത്. അതിനുശേഷം 29-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം ചേരുകയുണ്ടായി. ഈ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട, മറിച്ച് കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിന് പ്രാധാന്യം നൽകണം. ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകും. ആ രീതിയിലേക്കാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ. ആ റിപ്പോർട്ടിൽ MSC കപ്പൽ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രധാന ഇടപാടുകാരനാണ് എന്ന് തുടങ്ങിയ പരാമർശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്, ഇതിൽ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഒന്ന്, എന്തുകൊണ്ടൊരു ക്രിമിനൽ നടപടിക്കായിട്ട് സർക്കാർ ഒരുങ്ങുന്നില്ല എന്നതാണ്. കാര്യം പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു, ഇതിലൊരു ക്രിമിനൽ നടപടി ഉണ്ടാകണം എന്നത്. മറിച്ച് സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് മാറുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി ആഘാതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം, തുല്യമായ നഷ്ടപരിഹാരം ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ലഭിക്കുമോ എന്ന ചോദ്യമാണ്. അത്തരത്തിലൊരു തുക ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ലഭിക്കുമോ? ഇനി ഈ ഇൻഷുറൻസ് ക്ലെയിമിലൂടെ ലഭിക്കുന്ന തുക അത് ഈ നഷ്ടപരിഹാരത്തിന് പര്യാപ്തമല്ലെങ്കിൽ പിന്നീട് ഒരു നിയമ പോരാട്ടത്തിന് നടത്തുന്നതിൽ സർക്കാർ നടത്തേണ്ടി വന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വ്യക്തത നൽകേണ്ടത് ഇക്കാര്യത്തിൽ സർക്കാർ തന്നെയാണ്. SK. താങ്ക് യു.